ഇന്ന് പെസഹ വ്യാഴമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പെസഹ വ്യാഴത്തെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. വിശിഷ്യ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ പ്രത്യേകം താല്പര്യമാണ്. ആണ്ടുവട്ടത്തിൽ ഒരിക്കലും ഉണ്ടാക്കാത്ത ചില അപ്പങ്ങൾ ഉണ്ടാക്കുകയും അതെല്ലാവരും ചേർന്ന് മുറിച്ച് ഭക്ഷിക്കുകയും ചെയ്യുക വഴി ഈ പെസഹ വ്യാഴം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളൊരു പുണ്യദിനമാണ്. വാസ്തവത്തിൽ ഈശോ തൻ്റെ മരണത്തിന് നടത്തുന്ന ഒരുക്കമാണ് ഈ പെസഹ എന്ന് നമുക്കറിയാം. പെസഹ എപ്പോഴും കടന്നു പോകലാണ്. ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് തനിക്ക് കടന്നു പോകാൻ സമയമായി എന്ന കർത്താവിൻ്റെ തിരിച്ചറിയലാണ് അവിടുത്തെ പെസഹ എന്ന് നാം മനസ്സിലാക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തം വിട്ട് കാനാനിലേക്ക് കടന്നു പോകാൻ സമയമായി എന്ന് ദൈവം അവരെ ഓർമ്മിപ്പിച്ചത് പെസഹ ആഘോഷിച്ചുകൊണ്ടാണ്. പെസഹ തിരുനാൾ സത്യമായും കടന്നു പോകലുകളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ലോകത്ത് നമുക്കാർക്കും നിലനിൽക്കുന്ന ഭവനങ്ങളില്ല എന്നും നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണ് എന്ന് മരണത്തെക്കുറിച്ച് മാത്രമല്ല, നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കടന്നുപോകൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മുടെ കുറവുകളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ് നാം എന്ന ഓർമ്മപ്പെടുത്തൽ ഈ പെസഹ തിരുനാളിൽ ദൈവമായ കർത്താവ് നമുക്ക് തരുന്നുണ്ട് എന്ന സത്യം ഓർക്ക്. പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു മനുഷ്യൻ്റെ മരണം വരെയും അവനെ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. കാരണം ഒരുവൻ്റെ ഭാഗ്യം എങ്ങനെ എന്ന് വിലയിരുത്തേണ്ടത് അവൻ്റെ മരണം കണ്ടിട്ടാണ് എന്നാണ്. വാസ്തവത്തിൽ പ്രഭാഷകൻ എന്താണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്രകാരം അർത്ഥപൂർണമായിരുന്നോ, ദൈവൈക്യത്തിലായിരുന്നോ, ആ വ്യക്തിയുടെ മരണവും അതുപോലെ ദൈവൈക്യത്തിലായിരിക്കും എന്ന സത്യം നമ്മൾ ഓർക്കുക. കർത്താവ് പിതാവുമായി പുലർത്തിയ ഗാഢ ഐക്യമാണ് മരണത്തിൻ്റെ തലേരാത്രിയിൽ ഇപ്രകാരം വിരുന്നൊരുക്കി തന്നെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ മരണത്തിൻ്റെ ശാശ്വത സ്മാരകം സ്ഥാപിക്കാൻ കർത്താവിനെ പ്രേരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, മരണത്തിന് വേണ്ടിയുള്ള റിഹേഴ്സലാണ് വാസ്തവത്തിൽ നമ്മുടെ പെസഹ തിരുനാളുകൾ എന്ന സത്യം നമ്മൾ ഓർക്കണം. അത് പ്രായമായവർക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലല്ല, എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. നമുക്കും ഒരു കടന്നു പോകലുണ്ട് എന്നുള്ള സത്യത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ പെസഹ തിരുനാളിൽ കർത്താവ് ചെയ്യുന്ന ചില അടിസ്ഥാനപരമായ കർമ്മങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു എന്നുള്ളതാണ്. ശിഷ്യന്മാരുടെ കാല് കർത്താവ് കഴുകാനുള്ള കാരണം നമുക്കറിയാം. അത് ശിഷ്യരിൽ ഒരുവൻ ചെയ്യേണ്ട ദൗത്യം അവൻ മറന്നപ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശിഷ്യന്മാരിൽ ഏറ്റവും ചെറിയവൻ ഗുരുവിൻ്റെ കാല് കഴുകണമെന്ന് യഹൂദ പാരമ്പര്യത്തിലുണ്ട്. മിഷ്ന ബാറൂഖോത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ശിഷ്യൻ്റെ കടമകളെക്കുറിച്ചാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഏറ്റവും ചെറിയ ശിഷ്യനാണ്, പ്രായം കൊണ്ടാകാം, അല്ലെങ്കിൽ പഠനം കൊണ്ടാകാം, സ്ഥാനവലിപ്പം കൊണ്ടാകാം, ഏറ്റവും എളിയ ശിഷ്യൻ ഗുരുവിൻ്റെ പാദം കഴുകി ഗുരുവിനെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യണം. പക്ഷേ ചെറുതാകാൻ ഒരു കാരണവും കാണാത്ത ശിഷ്യന്മാർ വലുതാകാൻ 1000 കാരണങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ സാമൂഹിക ബന്ധങ്ങളും തകർന്നു പോകുന്നത് ചെറുതാകാൻ മനുഷ്യൻ മടിക്കുമ്പോഴാണ് എന്ന സത്യം നമ്മൾ ഓർക്കുക. കൂടുതലും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളുമൊക്കെയാണ് ഈ കൂട്ടായ്മയിലായിരിക്കുക. മരുഭൂമിയിലെ താപസന്മാരുടെ കഥകൾ എന്ന് പറഞ്ഞ ഒരു ആധ്യാത്മിക ഗ്രന്ഥമുണ്ട്. നിങ്ങൾ ജ്ഞാനവായനയിൽ തീർച്ചയായും വായിച്ചിരിക്കാൻ ഇടയുള്ള ഗ്രന്ഥമാണ്. വളരെ സുന്ദരമായ കഥകളാണ്.
അതിലെ ഒരു കഥ ഇങ്ങനെയാണ്. വലിയ പണ്ഡിതനായൊരു വ്യക്തി താപസ ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മരുഭൂമിയിലെ ആശ്രമത്തിൽ ചെന്നു. വലിയ ആശ്രമമാണ്. ആശ്രമാധിപൻ അവനെ സ്വീകരിച്ചു. നീ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് താപസനായി ഇവിടെ ശിഷ്യനായി ജീവിക്കണം. ദൈവാഭിമുഖ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ദൈവൈക്യത്തിൻ്റെ പരകോടിയിലെത്താനാണ് എൻ്റെ ആഗ്രഹം. ഉടനെ ഗുരു പറഞ്ഞു, അതിനെന്താ ഒരു കാര്യം ചെയ്യേ, നീ ചെയ്യേണ്ട പണി ഇതാണ്. ഒരു പാത്രത്തിൽ ഒരു വലിയ ബക്കറ്റ് എടുത്തു. അതുപോലെ നിലം തുടയ്ക്കുന്ന തുണിയും കൊടുത്തു. ഒരു 2-3 കൊല്ലം നിൻ്റെ പണി ഇതായിരിക്കും. ഈ തറ തുടച്ചുകൊണ്ട് നടക്കും. ഈ ആളുകൾ ഒരുപാട് നടക്കുന്ന ആശ്രമമാണിത്. എല്ലാ സ്ഥലവും എപ്പോഴും വൃത്തിയായിരിക്കണം. അതുകൊണ്ട് നിൻ്റെ പണി ഇതാണ്, ഈ തറ തുടയ്ക്കലാണ്. അയാൾ കുറച്ച് വിചാരിച്ച് ഈ സന്യാസിക്ക് തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും മനസ്സിലാകാത്ത തന്നെ ഇത്രയും മണ്ടനാക്കുന്ന പണി ഇതൊക്കെ ചെയ്യാനൊരു പണിക്കാരനെ നിർത്തിയാൽ പോരെ. എന്തിനാണ് ഞാൻ ഈ താപസനാകാൻ വന്നവൻ ഈ കഠിന ജോലി ചെയ്യും? ഗുരു പറഞ്ഞു, നിനക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ അതിൻ്റെ രീതി ഇതാണ്. ഇല്ലേ, നീ ബക്കറ്റും തുണിയട വെച്ച് പോക്കൂ. അവൻ മെനക്കെട്ട് കുറച്ച് നാൾ തുടയ്ക്കാം എന്ന് വിചാരിച്ച് തുടച്ച് അവൻ കർത്താവിൻ്റെ തിരുസ്വരൂപം വെച്ചിരിക്കുന്ന വരാന്തയിലെത്തി. ക്രൂശിതനായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ താൻ ഈ ചെയ്യുന്ന ശുശ്രൂഷയുടെ അർത്ഥം മനസ്സിലാക്കുകയും അവൻ പിന്നീട് ജീവിതകാലം മുഴുവനും ആ ആശ്രമത്തിലെ തൂപ്പുകാരനായി ശുശ്രൂഷ ചെയ്ത് ദൈവൈക്യത്തിൻ്റെ പരകോടിയിലെത്തി എന്നുമാണ് ആ കഥ. പ്രിയപ്പെട്ടവരെ, അത് നടന്നതാണോ നടക്കാത്തതാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്തുമാർഗം എന്ന് പറയുന്നത് ഈ എളിമപ്പെടലിൻ്റെയും എളിമപ്പെടുത്തലിൻ്റെയും മാർഗമാണ്. അതില്ലാതെ ഒരുവനും കർത്താവിൻ്റെ ശിഷ്യനാകാൻ സാധിക്കില്ല. കർത്താവിൻ്റെ വഴിയെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉറപ്പുള്ള മാർഗം, മാനദണ്ഡം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. നിങ്ങളെ മറ്റുള്ളവർ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും നിങ്ങൾ ചെയ്യുന്നതിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾ കർത്താവിൻ്റെ വഴിയിലാണ് സഞ്ചരിക്കുക. ആളുകളെല്ലാം നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും പൂച്ചെണ്ടുകൾ തന്ന് ആശംസകൾ നേരുകയും നാം നടക്കുന്ന വഴികളിൽ പൂക്കൾ വിതറുകയും ചെയ്യുകയാണ് എങ്കിൽ നീ ക്രിസ്തുമാർഗത്തിലല്ല എന്ന് തിരിച്ചറിയണം എന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഇതുപോലെ എളിമപ്പെടുന്ന മനുഷ്യർക്ക് ക്രിസ്തു ശിഷ്യനാകാൻ കഴിയുകയുള്ളൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. പലപ്പോഴും നമുക്കെല്ലാവർക്കും സ്നേഹമുണ്ട്. പക്ഷേ എളിമയുള്ള സ്നേഹത്തിന് മാത്രമേ രക്ഷാകരമായ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും ഒരു സാധാരണ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മളെക്കാളും താഴെയുള്ള മനുഷ്യരുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെയാണ് ചെയ്തത്. അതിന് ജോലിക്കാരെ നിയോഗിക്കുക, അത് അവർ ചെയ്യേണ്ട പണിയാണ് എന്ന് ഭർത്താവ് പറയുക, അത് ഭാര്യ ചെയ്യേണ്ട പണി. ഈ വീട് മുഴുവൻ അടിച്ചു തൂത്ത് വാരുക എൻ്റെ പണിയാണ്, അത് നിൻ്റെ പണിയല്ല, നിനക്കിവിടെ എന്നാ പണിയിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ അപരനെ നമ്മളെക്കാളും താഴെയായി കാണുന്നിടത്ത് സ്നേഹം ഇല്ലാതാകും. കർത്താവ് സ്നേഹത്തിൻ്റെ അത്ഭുതകരമായൊരു പാഠമാണ് പഠിപ്പിക്കുക. അപരൻ്റെ പാദങ്ങളോളം ശിരസ് താഴ്ത്താൻ കഴിയുന്നതാണ് ക്രിസ്തീയമായ സ്നേഹമെന്ന് പറയുന്നത്. അഥവാ അവരൻ്റെ പാദങ്ങളോളം താഴാത്ത ശിരസ്സുകളൊക്കെയും അഹന്തയുടെ ശിരസ്സുകളാണ്. അവയ്ക്കൊന്നിനും ക്രിസ്തു ശിഷ്യനാകാൻ പറ്റില്ല. ഈശോ പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് അഹന്തയോടെയാണ് സംസാരിക്കുക. കർത്താവേ, നീ എൻ്റെ പാദങ്ങൾ കഴുകുകയോ? കർത്താവ് മറുപടി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ
കരങ്ങളും എൻ്റെ ശിരസ്സും കൂടി കഴുകണം. പത്രോസ് തന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. തൻ്റെ കയ്യ്, തൻ്റെ കാല്, തൻ്റെ ശിരസ്, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അപരനെക്കുറിച്ച് ചിന്തയില്ലാതെ പോവുക. ഏതോ സിനിമയിൽ പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് എൻ്റെ ഫുൾ ഫേസ്, ഫുൾ ഫിഗർ, അങ്ങനെ ഞാൻ മാത്രം എന്ന് പറയുന്നത് സിനിമയിൽ കൂടുതൽ പരിചയമുള്ളവർക്കത് എന്താണ് ഏതാണെന്ന് എനിക്ക് അറിയാൻ സാധിക്കും. ഞാൻ കാണാത്തൊരു സിനിമയെക്കുറിച്ച് ആരോ പറഞ്ഞൊരു ഡയലോഗ് കേട്ട ഓർമ്മ എനിക്കുള്ളൂ. പക്ഷേ ചിലപ്പോഴൊക്കെ ഈ വഴിയേടെ നടക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ചില മനുഷ്യർ അവരുടെ ഫോട്ടോ ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന മട്ടിൽ ഇങ്ങനെ വഴിനീളെ കേരളം മുഴുവനും ഫ്ലക്സ് വയ്ക്കുന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രതിബദ്ധതയോ എതിർപ്പോ വെച്ച് പറയുന്നതല്ല, മറിച്ച് മനുഷ്യൻ്റെ അല്പത്വം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അവൻ തന്നെ വലിയവനാക്കാൻ വ്യഗ്രതപ്പെടുമ്പോഴാണ് എന്ന സത്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് ഈ പെസഹ തിരുനാളിൽ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വികാരത്തെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല. അത് ഞാനെന്ന ഭാവം, അഹന്ത എന്ന ചിന്ത, ഞാൻ കഴിഞ്ഞേ ഇവിടെ ആരും ഉള്ളൂ എന്നുള്ള ആ വിചാരത്തെയാണ് കർത്താവ് ശിഷ്യരിൽ നിന്ന് തിരുത്തുന്നത്. താൻ പറഞ്ഞതൊക്കെ ശിഷ്യർ ഓർത്തിരിക്കുവോ എന്ന ആശങ്ക കർത്താവിനുണ്ടായിരുന്നില്ല. തനിക്ക് ശേഷം ഈ ശിഷ്യന്മാർ എന്തെല്ലാമാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കർത്താവിന് തെല്ലും ആശങ്കയുണ്ടായിരുന്നില്ല. പക്ഷേ കർത്താവ് ശിഷ്യരെ ഏറ്റവും ആഴത്തിൽ അവസാനമായി തൻ്റെ മരണപത്രം പോലെ പഠിപ്പിച്ച തത്വം ഇതാണ്: നിങ്ങൾ അപരൻ്റെ പാദങ്ങളോളം താഴ്ന്നു നിൽക്കാൻ മനസ്സുള്ള ശിഷ്യരായിരിക്കണം. ആ മനസ്സുണ്ട് എങ്കിൽ നിങ്ങൾ ക്രിസ്തുമാർഗത്തിലാണ്, നിങ്ങൾക്കൊരിക്കലും തെറ്റുപറ്റില്ല എന്ന പരമാർത്ഥമായ സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നും പാഴാകുന്നതല്ല. അവയ്ക്ക് മാത്രമേ നമ്മിലെ ശിഷ്യത്വത്തെ രൂപപ്പെടുത്താൻ പറ്റുകയുള്ളൂ. മൈനർ സെമിനാരി വന്നപാടെ നിങ്ങൾക്ക് റക്ടറച്ചൻ തരുന്ന പണി എന്ന് പറയുന്നത് ഈ വരാന്തയെല്ലാം അടിച്ച് വൃത്തിയാക്കുക, ടോയ്ലറ്റ് കഴുകുക. നിങ്ങൾ വീട്ടിൽ ജമ്മത്ത് ചെയ്തിട്ടില്ലാത്ത പണിയാണ് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക. ഒരു ദിവസം എഴുന്നേറ്റ് പോകുമ്പോൾ പുതപ്പ് കൃത്യമായി മടക്കി വെച്ചില്ല എങ്കിൽ അച്ഛൻ കർക്കശമായി നിങ്ങളെ കൊണ്ട് അത് മടക്കി വെപ്പിക്കും. അതെല്ലാം വീട്ടിൽ നിങ്ങൾ അമ്മമാർ ചെയ്തു തരുന്ന പണികളായിരുന്നു. എന്തിനാണ് അതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രിയ സഹോദരന്മാരെ, ശിഷ്യത്വം പരിശീലിക്കുന്നത് ഇങ്ങനെ ഏറ്റവും ലളിതമായ ശുശ്രൂഷകൾ ചെയ്ത്. അതിന് മനസ്സില്ല എന്ന് പറയുന്നവനോട് റക്ടറച്ചൻ പറയാറുണ്ട്, മോൻ വീട്ടിൽ തന്നെ പോക്കൂ, ഇവിടെ നിനക്ക് പറ്റിയ സ്ഥലമല്ല. കാരണം ഞാൻ സെമിനാരിക്കാരെ കുറിച്ച് പറഞ്ഞത് മഠത്തിൽ ഇതിനേക്കാളും കഠിനവും കർക്കശവുമാണ് എന്നറിയാഞ്ഞിട്ടല്ല. പ്രിയപ്പെട്ടവരെ, അതൊരു മോശം കാര്യമല്ല. അതാണ് ശിഷ്യത്വം, അതാണ് ക്രിസ്തീയത എന്നുള്ള സത്യം നമ്മൾ പഠിക്കണം. വീട്ടിലായിരിക്കുന്ന ആരുടെ വീട്ടിലാണ് വഴക്കുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ ചിന്തിച്ചു നോക്കി. ഏത് വീട്ടിലെ വഴക്ക്, എന്തിനെക്കുറിച്ചാണ് അടിസ്ഥാനപരമായ വഴക്ക് എന്ന് ചോദിച്ചാൽ, തങ്ങളിൽ വലിയവനാര് എന്ന് ഇതുവരെയും തീരുമാനമാകാത്ത വീടാണ് കലഹപ്രിയന്മാരുടെ വീട് എന്ന് പറയുന്നു. ചെറുതാകാൻ, ഭാര്യയുടെ മുമ്പിൽ ചെറുതാകാൻ ഒരു കാരണവും കാണുന്നില്ല. ഞാനാണ് ഇവിടെ കൂടുതൽ അധ്വാനിക്കുന്നത്, ഞാനാണ് കൂടുതൽ സമ്പാദിക്കുന്നത്, എനിക്കാണ് ആരോഗ്യമുള്ളത് എന്ന മട്ടിൽ ഭർത്താവ് ചിന്തിക്കുമ്പോൾ, ഞാൻ കൊണ്ടുവന്നതൊക്കെ ഇവിടെയുള്ളൂ, ഈ വീട് പണിത് എൻ്റെ മുതൽ കൊണ്ടാണ് എന്നൊരു ഭാര്യ ചിന്തിക്കുന്ന വീട്ടിൽ കലഹം എങ്ങനെ ഒഴിഞ്ഞു മാറും? പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വം ആത്യന്തികമായി ഈ എളിമപ്പെടലാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ
കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ്. അവരനെ വലിയവനായി കരുതി സ്വയം എളിമപ്പെടുന്ന സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. ബാക്കി എല്ലാ സ്നേഹവും ഈ ലോകത്ത് മറ്റ് പല രീതിയിലും നമുക്ക് പരിശീലിക്കാൻ പറ്റും. പക്ഷേ ഈ സ്നേഹം പരിശീലിക്കണമെങ്കിൽ നാം കർത്താവിൻ്റെ പാദാന്തികത്തിലിരിക്കാൻ പഠിക്കണം. അവസാനമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വാസ്തവത്തിൽ ഈ കുർബാനയുടെ തിരുനാളിൽ നാം ആചരിക്കുക. ഈശോ പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യൂ. ഈശോയെ ഓർക്കാൻ വേണ്ടി ഈശോ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഒരു പുസ്തകം പോലും ഈശോ എഴുതിയില്ല, ഒരു ഫോട്ടോ പോലും എടുത്തു വച്ചില്ല. ഈശോയെ ഓർമ്മിക്കാൻ ഈശോ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ ഭൂമിയിൽ മനുഷ്യൻ ഏറ്റവും അധികം ഓർമ്മിക്കുന്നവനായി അവൻ മാറിയതിൻ്റെ കാരണം അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെന്ന്. ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന അവൻ്റെ ആ തിരുവചനം ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ചുരുങ്ങിയത് 4 ലക്ഷം തവണയെങ്കിലും ഓരോ ദിവസവും ഉച്ചരിക്കപ്പെടുന്നു. കാരണം അത്രയും വൈദികർ ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിലുണ്ട്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയുമ്പോൾ ഏലിക് വീസൽ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അനുസ്മരിക്കുന്ന നോവൽ, അതിൽ അദ്ദേഹം ഒരു പെസഹ വ്യാഴത്തിൻ്റെ ഓർമ്മ പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണ്. തടവുകാരെല്ലാവരും സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഒരുവൻ ചെന്ന് ഒരു വലിയ റൊട്ടി മോഷ്ടിച്ചുകൊണ്ട് വന്നു അടുക്കളയിൽ. അവനത് തിന്നാൻ വേണ്ടി ഒരുങ്ങി. ഞാനാണ് കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ചത് കൊണ്ടുവന്നു. അത് തിന്നാൻ ഒരുങ്ങിയപ്പോൾ വേറൊരുവൻ പറഞ്ഞു, നീ ചുമ്മാ തിന്നാൽ നമുക്ക് ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ ഇന്ന് തന്നെ നമ്മളെല്ലാവരും മരിച്ചു പോകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അയാൾ ആ അപ്പം എടുത്ത് എല്ലാവർക്കും ഓരോ ചെറിയ കഷ്ണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമുക്കെല്ലാവർക്കും ഈ അപ്പത്തിൻ്റെ രുചിയൊന്ന് നാവിൽ കഷ്ടിച്ച് അനുഭവിക്കാനുള്ള വലിപ്പമേ അതിനുള്ളൂ. പക്ഷെ അത് തിന്നാൽ നമ്മൾ നാളെയും ജീവിക്കും, പ്രത്യാശയുള്ളവരാണ്. ഈ അപ്പം തിന്നേച്ചിട്ട് അത് പരിശുദ്ധ കുർബാനയാക്കിയതൊന്നുമല്ല, മറിച്ച് വെറും ഒരു അപ്പക്കഷ്ണം തിന്നിട്ട് ഏലിക് വീസൽ എഴുതി, അന്ന് ആ അപ്പം തിന്നവർക്കെല്ലാം മനസ്സിലായി നാളെയും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഈ ഒരുമയുണ്ടെങ്കിൽ, കൂട്ടായ്മയുണ്ട് എങ്കിൽ നാളെയും ഞങ്ങൾ ഈ പീഡനത്തെ അതിജീവിക്കും. അത് പിന്നീട് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ജീവിത നിയമമായി മാറി എന്ന് അദ്ദേഹം എഴുതി. ആർക്കെന്ത് കിട്ടിയാലും എല്ലാവരും പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ ജീവിക്കുന്നതിന് അർത്ഥമുണ്ട്, പ്രത്യാശയുണ്ട് എന്നവർക്ക് തോന്നിത്തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, നിങ്ങളെല്ലാവരും പങ്കിട്ടെടുത്ത് അനുഭവിക്കാൻ പറയുന്നു. സ്വയം പങ്കുവെച്ച് അനുഭവിക്കാൻ മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുന്ന ആ മനോഭാവമാണ് പരിശുദ്ധ കുർബാനയുടെ മനോഭാവം. തനിക്കായി യാതൊന്നും കരുതി വയ്ക്കാത്തവൻ്റെ മനസ്സാണ് പരിശുദ്ധ കുർബാന. ഒരേ അപ്പത്തിൽ നിന്ന് പങ്കിട്ട് എത്രയോ നാളുകളായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടും, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ച എൻ്റെ സഹോദരൻ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ അർത്ഥം നമുക്ക് നഷ്ടപ്പെടും എന്ന സത്യം ഹൃദയത്തിൽ ഓർക്കാം. അതുകൊണ്ട് സ്വയം മുറിഞ്ഞ് തൻ്റെ ഓർമ്മയെ എന്നേക്കുമായി നിർമ്മലമാക്കിയവൻ്റെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു തിരുനാളിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവമായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.